സമയം ഉച്ചയോടടുത്തിരിക്കുന്നു. ഇനി കന്യാകുമാരിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഉച്ചവരെയാണ് തിരുവനന്തപുരം കാണാനായി ഞങ്ങൾ നീക്കിവെച്ചിരുന്നത്. രാവിലെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കണ്ടു. അതിനുശേഷം നേരെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്ക്. ഇവിടെ നിന്ന് നടന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി. ദർശനത്തിന് ശേഷം തൊട്ടടുത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച് പുത്തൻമാളിക കാണാൻ പോയി. ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന വസ്തുക്കളാണ് അവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന സ്വാതി തിരുനാൾ രാമവർമ്മയാണ് കുതിരമാളിക എന്നറിയപ്പെടുന്ന ഈ ബൃഹത് കെട്ടിടം നിർമ്മിച്ചത്. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലം കലകളുടെ സുവർണയുഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കന്യാകുമാരിയിലേക്കുള്ള വഴിമധ്യേ ശരവണഭവനിലാണ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചത്. ഏതാണ്ട് 3.5 മണിക്കൂർ യാത്ര ചെയ്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്ത ശേഷം നേരെ സൺസെറ്റ് പോയിന്റിലേക്കാണ് പോയത്. സർക്കിളിൽ നിന്ന് ഇവിടേക്ക് 3 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത്രയും ദൂരം നടന്നു പോകാൻ ഏറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബാറ്ററി കൊണ്ടോടുന്ന ബഗ്ഗി എന്ന വാഹനത്തിലാണ് ഞങ്ങൾ പോയത്. ഒരാൾക്ക് 20 രൂപയാണ് അവിടേക്കുള്ള ചാർജ്. പോകുന്ന വഴിയിലൊക്കെ നിറയെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഉദയാസ്തമനങ്ങൾക്ക് ഏറെ ഭംഗിയുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. സൺസെറ്റ് പോയിന്റിൽ 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. കടലിൻ്റെ ചക്രവാള സീമയിൽ സൂര്യൻ ഒരു ചുവന്ന രത്നക്കല്ല് പോലെ തിളങ്ങുന്നതും പിന്നീട് കടലിലേക്ക് മറയുന്നതും അവർണ്ണനീയമായ കാഴ്ച തന്നെ. കന്യാകുമാരിയിലെ സൺസെറ്റ് പോയിന്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അങ്ങകലെ ചക്രവാള സീമയിൽ കടലിൻ്റെ അടിത്തട്ടിലേക്ക് അമരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സൂര്യൻ്റെ വിദൂര 6:20-നാണ് 6:20-28-നാണ് സൂര്യാസ്തമയം. ആ സമയമാകുമ്പോഴേക്കും സൂര്യൻ ചെമ്പഴുക്ക പോലെ ചുവന്ന് വരും. ആ കാഴ്ച കാണാൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇവിടെ കാണുന്ന ഈ പാറക്കല്ലിന് പോലും ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. മേഘങ്ങളുടെ മതിൽക്കെട്ടിനപ്പുറത്ത് ഒളിച്ചു കളിക്കുന്ന സൂര്യൻ. ഇന്ന് അസ്തമനത്തിന്റെ ദൃശ്യം അത്ര ഭംഗിയായിരിക്കുകയില്ല എന്നാണ് തോന്നുന്നത്. തെളിഞ്ഞ ആകാശത്തു മാത്രമേ സൂര്യാസ്തമനത്തിന്റെ പ്രഭാവം നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഏറെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് കന്യാകുമാരി. മേഘമാലകൾക്കിടയിൽ നിന്ന് സൂര്യൻ പതിയെ പുറത്തേക്കിറങ്ങി വരുന്ന കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ്. ഇതിലും നല്ല സൂര്യോദയം നാട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരു പുതിയ നാളെയുടെ തുടക്കത്തിനായി സൂര്യൻ്റെ മടക്കയാത്ര.